സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാപ്രവർത്തകർ നടത്തുന്ന അനിശ്ചിതകാല നിരാഹാര സമരം 7ാം ദിവസത്തിലേക്ക്. സമരത്തിന് അഭിവാദ്യം അർപ്പിച്ച് ജനകീയ പ്രതിരോധ സമിതിയുടെ നേതൃത്വത്തിൽ ജനസഭ സംഘടിപ്പിച്ചു. സമരവേദിയിലെ ജനസഭയുടെ ഉദ്ഘാടനം കേരള സാഹിത്യ അക്കാദമി ചെയർമാൻ കെ സച്ചിദാനന്ദൻ ഉദ്ഘാടനം ചെയ്തു. സമരത്തെ കണ്ടില്ലെന്ന് നടിക്കുന്ന സംസ്ഥാന സർക്കാർ വ്യാജ ഇടതുപക്ഷമാണെന്ന് ചലച്ചിത്രതാരം ജോയ് മാത്യു പ്രതികരിച്ചു. സർക്കാരിന്റെ അവഗണനയ്ക്കെതിരെ ശക്തമായ പ്രക്ഷോഭം നടത്തണമെന്നും ജോയ് മാത്യു പറഞ്ഞു. ഒരു മനുഷ്യൻ തൊഴിലെടുക്കുന്നത് അത് ഏത് തൊഴിലുമാകട്ടെ, ആ തൊഴിലിന്റെ മാന്യതയോടെ കാണാൻ പഠിക്കുക എന്നുള്ളതാണ് പ്രാഥമികമായും ഒരു ഇടതുപക്ഷ പ്രവർത്തകൻ ചെയ്യേണ്ടത്. എന്നാൽ ഇവിടെ നമ്മൾ കാണുന്നത് കേരളത്തിന്റെ ആരോഗ്യത്തെ സംബന്ധിക്കുന്ന നമുക്ക് ഇന്നുള്ള നമ്മുടെ അഹങ്കാരത്തിന്, നമ്മൾ ആരോഗ്യരംഗത്ത് നമ്മൾ വളരെ മുമ്പിലാണ് എന്നുള്ള നമ്മുടെ അഹങ്കാരത്തിന് അങ്ങനെ ഒരു അവസ്ഥയ്ക്ക് കാരണമായിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്ന ആശാ വർക്കർമാർ തന്നെയാണ്. നമുക്കറിയാം, കോവിഡ് കാലം കഴിഞ്ഞിട്ടും കോവിഡ് കാലത്തും ഒക്കെ തന്നെ ആശാ വർക്കർമാരുടെ സേവനം മുതലെടുത്ത ഒരു ജനവിഭാഗമാണ് കേരളത്തിലുള്ളത്. നമ്മളൊക്കെ, ഞാനടക്കം, ഇവരെ അവരുടെ തൊഴിലിന്റെ മഹത്വം പോട്ടെ, തൊഴിലിനെ പരിഗണിക്കുന്നത് പോലുമില്ലാതെ, ഇപ്പൊ ഞാൻ പറയുന്നത് ആശാ വർക്കർമാർ പോലെ തന്നെ ശുചിത്വ ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്ന സാധാരണ തൊഴിലാളികൾ, അവരെ ദിവസം പണിമുടക്കിയാൽ കേരളത്തിലെ സ്ഥിതി എന്താവെന്ന് മാത്രം ആലോചിച്ചാൽ മതി.